ഇതൊരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഷിവുവിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ദിവസം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, എടപ്പാൾ. അപ്പോൾ എടപ്പാൾ പോയി വരുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ബാഗ്. നല്ല 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 കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ഷിവുവിന് പർപ്പിൾ കളർ, വയലറ്റ്, ആ ഒരു കളറൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് നമ്മൾ പോയത്. പിന്നെ വേറെ കളേഴ്സൊന്നും നോക്കാൻ നിന്നിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു കളേഴ്സ് തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കണത് കേട്ടോ. അപ്പം രുചിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ ഈ ഒരു ബാഗ് തന്നെ വന്നപ്പോൾ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അതെന്നെ മതി എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ കൂട്ടുകാണ് വേറെ കുറേ നല്ല ഭംഗിയുള്ള വേറെ ഉണ്ടായിരുന്നു കാണിച്ചത്, പക്ഷേ എനിക്ക് അതേ എന്തോ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു ബാഗ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഉണ്ണിക്ക് എന്താ പറയുക, ലഞ്ച് ബോക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗ് അത് വേണം. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം സെയിം കളറിൽ തന്നെ കിട്ടണം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ അത് കിട്ടണം. പിന്നെ ഞങ്ങൾ ലഞ്ച് ബോക്സ് ഞാനൊരു ടൈപ്പ് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വാട്ടർ ബോട്ടിൽ ഒരു കളർ കിട്ടി. ഞങ്ങളത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടിക്ക് എങ്ങനെയാണ് കുടിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഓക്കെ ആണോ എന്നൊക്കെ. നമ്മൾ പിന്നെ എത്ര സേഫ്റ്റി നോക്കിയിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വരിക. പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പൊട്ടിയെന്നൊന്നും അറിയില്ല. പിന്നെ അതിൽ വെള്ളം ലീക്കായി. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ വാട്ടർ ബോട്ടിൽ വാങ്ങി. ഫസ്റ്റ് ഡേ ഇത് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സൈഡ് ഒരു എന്താ പറയുക, നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് മുകളിൽ. അതൊക്കെ പൊട്ടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ബുക്സും കാര്യങ്ങളും എന്താ പറയുക, ബ്രൗൺ പേപ്പർ അടക്കം സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ നമ്മുടെ ക്രയോൺസ് ആയാലും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ്. നോട്ട് ബുക്സ്. പിന്നെ നമ്മൾ നേരെ നെസ്റ്റോളിക്കാണ് കേട്ടോ പോയത്. എന്ന് വെച്ചാൽ എനിക്ക് ലഞ്ച് ബോക്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സെയിം കളറിൽ തന്നെ ലഞ്ച് ബോക്സ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങിയത്. എന്ന് വെച്ചാൽ തപ്പി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റി. വേറെ വേറെ കളേഴ്സൊക്കെ ഉണ്ട്, സെയിം കളറില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടന്നു. പിന്നെ ഷിവുവിന് എന്താ പറയുക, പെൻസിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവൾക്ക് പെൻസിൽ വേറെ വേണമെന്ന് പറഞ്ഞു, അതൊക്കെ വാങ്ങി. പിന്നെ അതേ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബോക്സ് ഇതേ ഈ ഒരു കളറിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ബോക്സുകളായാലും അങ്ങനെ നല്ല അടിപൊളി സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, കുട്ടുകൊണ്ടിലുണ്ട്. ഇത് കണ്ട ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിച്ച് ഒടിഞ്ഞതാണ്, ഇതങ്ങനെയല്ല കേട്ടോ. നല്ല അടിപൊളി ബോക്സ് ആയിട്ടുണ്ട്. വേറൊരു ഐറ്റം കണ്ട, ഇതാണ് വേറെ ഒരെണ്ണം. അപ്പം ഇങ്ങനെ ഓരോ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകും. ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കലാണ് പരിപാടി. അപ്പോൾ അതേ ഞങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്, മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കൂളൊക്കെ തുറന്നു. ഇനിയിപ്പോൾ മഴക്കാലമാണ്. എന്താ വെച്ചാൽ അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. പരമാവധി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്താൻ നോക്കുക. മെയിനായിട്ട് ഈ കുട്ടികൾക്ക് ജലദോഷം, പനി, ഈ വക സാധനങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ സാധാരണ വരാറില്ല. സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് വരാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അമ്മമാർ കുട്ടികൾക്ക് ജലദോഷം ഉണ്ടോയെന്നോ പനി ഉണ്ടോയെന്നോ നോക്കാണ്ട് കുട്ടികൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിടും. ജലദോഷം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മാറും എന്നുള്ള രീതിയിൽ വിടും. പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ട് മറ്റുള്ള കുട്ടികൾക്കും കൂടി ഉണ്ടാവും. അപ്പോൾ മോൾക്ക് ജലദോഷമായ കാരണം ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയ ചുമ കണ്ടപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരുത്തി ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു കുട്ടീനെ വിടണ്ട, കുട്ടിക്കായാലും കൂടും മറ്റുള്ള കുട്ടികൾക്കും കിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് വീട്ടിലൊന്നിരുത്തി കുട്ടീനെ കൊണ്ട് വായിപ്പിക്കുക, പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ചെയ്യാം. അവൾക്കൊരു റെസ്റ്റ് ആവുകയും ചെയ്യും. സ്കൂളിൽ പോയാൽ എന്തായാലും ഒതുങ്ങിയിരിക്കില്ല. പിന്നെ മഴയും കൂടിയല്ലേ, അപ്പോൾ കുട്ടികൾ മഴ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇറങ്ങാൻ നോക്കും. പിന്നെ പനി പിടിക്കാനും ചാൻസ് കൂടുതലാണ്. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഷിവുവിൻ്റെ ക്ലാസ്സിലേക്ക് പോണ ദിവസം കണ്ടാലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ ഷിവുവിൻ്റെ ജൂൺ 1 തീയതി ഷിവുവിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ വേഗം പോവാണ്. ഷിവു ചുവപ്പ് ബാഗല്ല അല്ലേ?
സ്കൂളിലേക്കൊക്കെ പോയി. പിന്നെ അധികം നേരം ഉണ്ടാവില്ലല്ലോ ക്ലാസ്. പിന്നെ ശിവുവിനെയും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ ശിവു കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. നമ്മുടെ അപ്പുറത്തെ അരുവിനോട് ചേർന്നൊരു മരം നിൽക്കണ്ടായിരുന്നു കേട്ടോ, കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ശിവന് വേണ്ടി ഞങ്ങൾ കുറച്ച് ഫ്രഷ് ചാമ്പയ്ക്ക് പൊട്ടിച്ചുട്ടാ. ശിവ എനിക്ക് വേണ്ട സന്തോഷം കേട്ടോ. ഇനി ശിവന് ഇഷ്ടമുള്ള സാധനം. നമ്മൾ ശിവുവിന് ചാമ്പയ്ക്ക് അതെങ്ങനെ ആക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ തിരുമ്മിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ശിവുവിന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കണത് വേണമെന്ന് മാത്രം. അങ്ങനെ ഇഷ്ടായ നമ്മളിപ്പോൾ ഉള്ളത് അമലയിലാണ് കേട്ടോ. ചേട്ടൻ്റെ വണ്ടിയിലാണ് ചേട്ടാ വണ്ടിയാണോ അത്? അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ അമലയിൽ നിൽക്കുകയാണ്. വിജി ഇപ്പോൾ ഇവിടേക്ക് വരും എന്ന് വെച്ചാൽ ശിവുവിൻ്റെ സ്റ്റിക്കർ, എന്താ പറയുക, ബുക്ക് മുട്ടിക്കുള്ള സ്റ്റിക്കർ വിത്ത് ഫോട്ടോ. അപ്പം അത് അവള് കൊണ്ടുവന്ന് തരുന്നുണ്ട്. പിന്നെ ലഞ്ച് ബോക്സ് ശിവുവിന് വേറെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് ഇതായിപ്പോയി അപ്പോൾ സാധനം. അപ്പോൾ എന്തായാലും അതും കൊണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവരെത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂൾ തുറന്നിട്ട് ഇത്രയും ദിവസമായിട്ട് കുട്ടിയുടെ ബുക്ക് പൊതിഞ്ഞില്ലേ നിങ്ങൾ ചിന്തിക്കും. ജൂൺ 1 രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അത് ടൈം സ്ലിപ്പിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റിക്കറിന് വേണ്ടിയിട്ട് വിജി കൊടുത്തിട്ടുണ്ടായിരുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്നാണ് നൈറ്റ് കിട്ടിയത്. അപ്പോൾ അതും കൊണ്ട് വിജി വന്നതാണ് കേട്ടോ. പിന്നെ ശിവനുള്ള ലഞ്ച് ബോക്സും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ അവൾ വന്നത്. അപ്പം ഞങ്ങൾ ആണെങ്കിൽ ചെറുതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല. പിന്നെ നമ്മൾ ട്രിപ്പ് പോയിട്ടുള്ള കാര്യം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ബാഗ്, പിന്നെ ശിവന് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുക്ക് ബോക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ബുക്കുകളായിട്ടും പൊതിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത്യാവശ്യത്തിനുള്ള മാത്രം പൊതിഞ്ഞ് വെച്ചാൽ മതി. പിന്നെ ഇതാണ് വിജി മേടിച്ചു കൊണ്ടുവന്ന ലഞ്ച് ബോക്സ്. നല്ല ലഞ്ച് ബോക്സാണ് കേട്ടോ. പക്ഷേ കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. പുറത്തേക്ക് പോവില്ല, ചൂടുള്ളത് അങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ സ്പൂൺ വയ്ക്കാനുള്ള സ്പേസ് ആണത്. ഇതാണ് ശിവൻ്റെ സ്നാക്സ് ബോക്സ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ നല്ല സൗണ്ട് കേൾക്കും. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടല്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോൾക്ക് ക്ലാസ് തുടങ്ങി, അല്ലെങ്കിലും ചെറിയ മടിയുണ്ട്. ഇപ്പോൾ ഇത്തിരി കൂടെ കൂടി. അപ്പോൾ ഇതാണ് ശിവൻ്റെ പേരൊക്കെ ഒട്ടിച്ച് വാട്ടർ ബോട്ടിലാണ് കേട്ടോ. മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അന്നത്തെ ദിവസമാണ് കേട്ടോ, ജൂൺ 1 അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ബൈ.